നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കോടന്നൂർ ആയുർവേദ ആശുപത്രിയും ദേശീയ അംഗീകാര നിറവിൽ. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് കുടുംബശ്രീ സംഗമം ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ ശങ്കരൻ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി ചെർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി 21 വയസ്സുള്ള ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് ലഭിച്ചത്. വാർത്തകൾ വിശദമായി. പാർളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കോടന്നൂർ ആയുർവേദ ആശുപത്രിയും ദേശീയ അംഗീകാര നിറവിൽ. കുടുംബാരോഗ്യ കേന്ദ്രം 92% സ്കോറോടെ ഒന്നാമതായി NQAS കരസ്ഥമാക്കി. അതോടൊപ്പം കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ദേശീയ അംഗീകാരമായ NABH സർട്ടിഫിക്കേഷനും ലഭിച്ചു. ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായി ജനകീയ അനുമോദന സദസ്സ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പാർലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P. പോൾ, K. പ്രമോദ്, ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത മണി, പാർലം പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK മണി, അനിത പ്രസിഡന്റ് സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആശ, ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടർ കവിത, ഡോക്ടർ സ്വപ്ന എന്നിവർ സംസാരിച്ചു. കളക്ടർ നമ്മൾ എഴുതി കൊടുക്കുന്നതനുസരിച്ച് കളക്ടറാണ് ഇത് നമുക്കിത് അനുവദിച്ച് തരുന്നത്. ആവശ്യമായ നടപടി ഉണ്ടാവും. അപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ മനസ്സുകൊണ്ടൊരു ചില വേദനകളുണ്ട്. പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോലും അതങ്ങനെ കൃത്യമാക്കി എടുക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട്. പിന്നെ പല ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലൊക്കെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ദേഷ്യമാണ്. എപ്പോഴും എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ കോടതി വർത്താനം പറയുന്നുണ്ട് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ. വക്കാനം കൊണ്ട് അവർക്ക് കോടതി വർത്താനം പോലെ തോന്നുന്നു. എനിക്കങ്ങനെയൊന്നുമില്ല. നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മടിപ്പ്, അവർക്കാച്ചാൽ പണ്ട് കാലന്മാർ പറയുന്ന പോലെ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാതെ പറയുമല്ലോ. നമ്മുടെ ജോലി കിട്ടുമ്പോൾ പണ്ട് കാലന്മാർ ജോലി കിട്ടിയിട്ടാണെങ്കിൽ ലീവ് എടുക്കാൻ. ആ രീതിയിലുള്ളൊരു സമീപനമാണ് ഉദ്യോഗസ്ഥ മേധാവിത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദേഷ്യമാണ്. കാരണം എൻ്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരുള്ള വീടാണ്. അപ്പം ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഒരു വേദന. കാരണം നമുക്ക് അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനാണ് നമ്മളുമായി ബന്ധപ്പെടുന്ന പ്രതിനിധികളുടെ ആഗ്രഹം. പക്ഷെ അത് കൃത്യമായി നടക്കാത്തത് കൊണ്ട് മനസ്സ് ഭയങ്കര വേദനയിലാണ്. 2 ആശുപത്രിയിലും നമുക്ക് ഒരേപോലെ ദേശീയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കാലയളവിൽ നമുക്ക് കുറച്ച് തുടക്കത്തിൽ തന്നെ നമുക്ക് ആർദ്ര കേരള മിഷൻ്റെ നമുക്കൊരു 3ാം സ്ഥാനം നമ്മുടെ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ ദേശീയ അംഗീകാരം ലഭിച്ചു. നമ്മൾ നാൾക്ക് നാൾ നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഘടകസ്ഥാപനമായ ആശുപത്രികളുടെയൊക്കെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ഈ അംഗീകാരം മാത്രമല്ല, ഈ അംഗീകാരത്തിനോടൊപ്പം കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ആശുപത്രിയുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് കുടുംബശ്രീ സംഗമം
ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രിയലത പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറെ പെരുമ്പിള്ളിശ്ശേരി വിശ്വബ്രാഹ്മണ സമൂഹം ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിജിത് KP, ചെയർപ് CDS ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു, വൈസ് ചെയർപേഴ്സൺ ഷെഫീന, CDS മെമ്പർമാരായ ധന്യ ഷാജു, ഷാജി സലിം, വിനിത രാജൻ, ADS വൈസ് പ്രസിഡന്റ് ഷീന നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം 96 ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നാടാകെ ജനങ്ങളാകെ ഇളകി മരിച്ച ഒരു പ്രസ്ഥാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളൊക്കെ നിർവഹിക്കാനായിട്ട് പുതിയ ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നത് 1996 ജനകീയാസൂത്രണ പരിപാടി. ആ ജനകീയാസൂത്രണ പരിപാടികളിൽ വലിയ പങ്കാളിത്തം ഉണ്ടായി. ആ പങ്കാളിത്തത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവർ ഈ നാട്ടിലെ സ്ത്രീകളാണ് ഭൂരിഭാഗം. അവർ പ്രോജക്റ്റ് എഴുതുന്നതും പദ്ധതികൾ രൂപീകരിക്കുന്നതും അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ധാരാളം പങ്കാളിത്തം ആ ജനകീയാസൂത്രണ പ്രസ്ഥാന പരിപാടികളിലുണ്ടായിരുന്നു. നല്ല പങ്കാളിത്തം. പ്രത്യേകിച്ച് ജനകീയാസൂത്രണ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 50% സംവരണം കൂടി സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ സമയം. K. ശങ്കരൻ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി ചെർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹസീൻ അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈദ്യരത്നം ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആനന്ദ്, ഡോക്ടർ മേരിക്കുട്ടി, ഡോക്ടർ നിമ്മി, KB പ്രിജിത്ത്, AV സഹദേവൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് രംഗത്ത് എങ്ങനെയാണ് പൊതുപ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നത് എന്നത് വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുവന്നു. ശങ്കർജിയെ കുറിച്ച് ഒരു വാക്ക് പറയാതെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം, ആ സഖാവിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, സ്മരണകൾ വെച്ചുകൊണ്ട് ആ നാമധേയത്തിലാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പുരോഗമന പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവായിരുന്നു. അല്ലെ, ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ആക്സിഡന്റിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ദീർഘകാലം ഡൽഹിയിൽ AKG ഭവനിലെ സ്റ്റാഫായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായില്ല. കർഷക സംഘത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ, ഈ നാട്ടിലെ ഓരോ മനുഷ്യരെയും നേരിട്ടറിയുന്ന, അവരുടെ പ്രയാസങ്ങളും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നിരുന്ന ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശങ്കർജി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം കൂടുതൽ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കണം എന്നതാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ ഗവൺമെന്റ് തലത്തിലും ഒക്കെ നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സജീവമായി പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് തലത്തിലുണ്ട്, ബ്ലോക്ക് തലത്തിലൊക്കെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സേവനങ്ങൾ നമ്മുടെ കിടപ്പ് രോഗികൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായ ദിവസങ്ങളിലാണ് ലഭിക്കുന്നത്. അതായത് ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ മാസത്തിൽ 1-2 ദിവസങ്ങളിലാണ് നമുക്ക് പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്കിന്റെ ആയാലും പാലിയേറ്റീവ് സംവിധാനങ്ങൾ വീടുകളിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാത്രി കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ പരേതനായ വേണുവിന്റെ മകൻ 21 വയസ്സുള്ള ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ മൂർക്കനാട് ഇല്ലിക്കൽ ഡാം പരിസരത്ത് നിന്നാണ് പുഴയിൽ വീണ് കിടന്നിരുന്ന മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കരയ്ക്ക് കയറ്റിയ മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കും ഈ സമയത്ത് പുഴയിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്ക്യൂബ ടീം എത്തി 3 ദിവസമായി തിരച്ചിൽ നടത്തിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. കരുവന്നൂർ പാലത്തിൽ ഉടൻ തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ഹരികൃഷ്ണൻ. അമ്മ രമാഭായി, സഹോദരൻ ഉണ്ണികൃഷ്ണൻ.
മണ്ണ് കയറ്റിയ ലോറി വെള്ളം നിറഞ്ഞ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവറെ നാട്ടുകാരൻ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ എട്ടുമന പണ്ടാരച്ചിറ ചിറക്കവഴി വണ്ടിയിൽ നിന്നാണ് ലോറി മറിഞ്ഞത്. നാട്ടുകാരനായ സുഭാഷിന്റെ സഹായത്തോടെ ഡ്രൈവർ പുറത്തിറങ്ങി. ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി. ലോറിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ കെ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് സി ബി നന്ദിനി മത്സര വിജയികൾക്ക് ഗാന്ധി ഗ്രന്ഥങ്ങൾ സമ്മാനം നൽകി. അധ്യാപകരായ അമല, ഇന്ദു എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണ മത്സര വിജയികൾക്ക് ഗാന്ധി പുസ്തകങ്ങൾ സമ്മാനമായി ചടങ്ങിൽ നൽകി. തൃശൂർ മേഖല സ്ത്രീ ജനസംഖ്യ ഏകദിന ധ്യാന യോഗം ഊരകം CSI സെന്റ് ജോൺസ് പള്ളിയിൽ നടന്നു. പരിപാടിയിൽ തൃശൂർ മേഖലയിലെ 15 ദേവാലയങ്ങളിൽ നിന്ന് അംഗങ്ങൾ പങ്കെടുത്തു. തൃശൂർ മേഖലാ പ്രസിഡന്റ് പ്രമിള ക്രിസ്തുദാസ്, ഊരകം സ്ത്രീജനസഖ്യം പ്രസിഡന്റ് ജിജി എലിസബത്ത് ജോർജ്, റേണു മാമൻ, ഫാദർ ജോൺസൺ ഇ ജോർജ്, ഫാദർ ബിജേഷ് പുള്ളിപ്പറമ്പിൽ, ഫാദർ ഷിബുമോൻ CK, ഫാദർ അനു, ഫാദർ PM വിൽസൺ, ഫാദർ ജോസഫ് പീറ്റർ എന്നിവർ സംസാരിച്ചു. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ അഭിപ്രായമേ ജീവിതത്തിൽ പറഞ്ഞുള്ളൂ എങ്കിലും ആ ഒറ്റ അഭിപ്രായത്തിന്റെ പേരിൽ നമ്മളൊക്കെ ബ്രാൻഡഡ് ആയിട്ട് മാറും, ലേബിൾഡ് ആയിട്ട് മാറും. ആ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ചിലപ്പോൾ നാം പാവമായിട്ട് തീരുന്ന അഭിപ്രായമാണ്, ചിലപ്പോൾ നാം അഹങ്കാരിയായിട്ട് മുദ്ര ചാർത്തപ്പെടുന്ന അനുഭവമായി തീരും. ഇതുണ്ടാവാനുള്ള ഒരു കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ട മനോഭാവങ്ങളിൽ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അവർ മുതിർന്നു വരുമ്പോഴും ചിന്തകളിൽ മാറ്റം വരുവാൻ ഇടയാകാതിരിക്കുന്നത്. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അവരുടെ അധ്യാപകരല്ല, പൊതുസമൂഹമല്ല, നാട്ടുകാരല്ല. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് നാം ഓരോരുത്തരുമാണ്. അപ്പൊ കഴിഞ്ഞ തലമുറ നമ്മളെ വളർത്തിയെടുത്തതിന്റെ ഗുണങ്ങളാണ് നമ്മളിലൂടെ പ്രകടമാവുന്നതെങ്കിൽ അടുത്ത തലമുറ പ്രകടിപ്പിക്കുന്നത് നാം അവർക്ക് ചൊല്ലിക്കൊടുത്ത, ഓതിക്കൊടുത്ത മനോഭാവങ്ങളുടെ പൂർണ്ണതയാണ്. നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ നാട്ടിക MLA CC മുകുന്ദൻ ക്ഷേത്രത്തിലെത്തി. മുൻ വർഷത്തെക്കാളും വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടാവുകയെന്നും നാലമ്പല ദർശനത്തിനായുള്ള വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗങ്ങൾ ചേർന്ന് ഭക്തജനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും നാലമ്പല ദർശനം നടക്കുന്ന 31 ദിവസം കാലയളവിൽ തൃപ്രയാറിൽ നിന്നും തുടങ്ങി കൂടൽമാണിക്യം ക്ഷേത്രം, മുഴിക്കുളം ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സ്പെഷ്യൽ KSRTC ബസ് സൗകര്യം ഒരുക്കിയതായും MLA വ്യക്തമാക്കി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, KSRTC ടൂറിസം കോർഡിനേറ്റർ ഡൊമിനിക് പെരേര, ക്ഷേത്രം സമിതി അംഗം പുഷ്കരൻ എന്നിവർ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്നു. തളിക്കുളത്ത് KSRTC ബസ്സിൽ വെച്ച് യാത്രികൻ ബ്ലേഡ് കൊണ്ട് ദേഹത്ത് സ്വയം മുറിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവം കണ്ട മറ്റൊരു യാത്രികൻ കുഴഞ്ഞു വീണു. തളിക്കുളം സ്വദേശി ഫാസിലാണ് ബ്ലേഡ് കൊണ്ട് മുഖത്തും ദേഹത്തും സ്വയം മുറിപ്പിച്ചത്. എറണാകുളത്തുനിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ വെള്ളിയാഴ്ച രാത്രി 9:15 സംഭവം. ഫാസിലിനെയും ബസ്സിൽ കുഴഞ്ഞു വീണ മമ്മിയൂർ സ്വദേശി സാബു K ശങ്കറിനെയും ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസിൽ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോകുന്നത്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകളുടെ ചുമതലയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണതേജ 2015 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്.
തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായത്. കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണതേജയുടെ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതലയൊഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോകുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം, 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളുമായാണ് സംഘർഷം നടന്നത്. കഴിഞ്ഞ ദിവസം ഇരു കൂട്ടരും തമ്മിൽ തുറച്ചു നോക്കിയെന്ന് പറഞ്ഞ് ചെറിയ തോതിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിന് മുന്നിലായി റോഡിലുമായി ചേരിതിരിഞ്ഞ് സംഘർഷം നടന്നത്. മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി സിനാൻ എന്ന വിദ്യാർത്ഥിക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ കോളേജ് അധികൃതർ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുകയും കോളേജ് അധ്യാപകരെ വിശദമായ സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡിൽ വെച്ച് നടന്ന സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പോപ്പ് ജോൺ LP സ്കൂളിൽ ഹരിതസമേതം വിത്ത് പന്തേറ് ഉദ്ഘാടനം നടത്തി. കുറിയച്ചിറ പോപ്പ് ജോൺ LP സ്കൂളിൽ ക്ലൈമറ്റ് ആക്ഷൻ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിത്ത് പന്തേറ് പരിപാടി കൗൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ താണിക്കൽ, പ്രധാനാധ്യാപിക റീന, PTA പ്രസിഡന്റ് നിമിത ജോസ്, സ്കൂൾ വികസന കമ്മിറ്റി അംഗം PR വിൽസൺ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് വിത്ത് പന്തേറ് നടത്തി. കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണത്തിന് സമയത്തായിരുന്നു സംഭവം. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത്. മറ്റു ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെയാണ് കുട്ടികൾ ബോധരഹിതരായി വീണത്. ആദ്യം 3 വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത്. ഇവരെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടി കൂടി ബോധരഹിതയായത്. പെൺകുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് AR മെഡിക്കൽ സെന്ററിലും പ്രവേശിപ്പിച്ചു. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതാണെന്നാണ് സൂചന. കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണം നടത്തുമെന്ന് PTA പ്രസിഡന്റ് TA നൌഷാദ് പറഞ്ഞു. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം, 20,000 രൂപ കവർന്നു. ചാമക്കാല ചക്കുഞ്ഞി കോളനിയിലെ പലചരക്ക് കടയാണ് കുത്തിത്തുറന്നത്. ഇന്ന് രാവിലെ 7:30യോടെ കട തുറക്കാനെത്തിയ ജീവനക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള 20,000 രൂപയാണ് കവർന്നത്. കടയുടമ കൂരിക്കുഴി സ്വദേശി കണക്കാട്ട് കൃഷ്ണന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു. പാലക്കൽ എരിഞ്ഞേരി ചാക്കൂരു മകൻ 57 വയസ്സുള്ള ദേവസുകുട്ടി നിര്യാതനായി. സംസ്കാരം പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. അമ്മാടം കുരുതുകുളങ്ങര പെല്ലിശ്ശേരി അന്തോണി മകൻ 82 വയസ്സുള്ള ജോസ് നിര്യാതനായി. സംസ്കാരം അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കോടന്നൂർ ആയുർവേദ ആശുപത്രിയും ദേശീയ അംഗീകാര നിറവിൽ. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് കുടുംബശ്രീ സംഗമം ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ ശങ്കരൻ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി ചെർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി സ്വദേശി 21 വയസ്സുള്ള ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് ലഭിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.